അള്ളാഹുവിന്റെ ഊരിപ്പിടിച്ച വാളെന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട്. അതാരാണ്? ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു എത്രയോ യുദ്ധങ്ങളിൽ ധീരതയോടെ ഇടപെട്ട സ്വഹാബിയാണ്. പക്ഷേ വഫാത്തായത് സാധാരണ ഒരു മരണം. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകളുണ്ട്, അബ്ദ എന്ന് പറയുന്ന മോള്. അബ്ദ മോളെ പേരാണ് അബ്ദ ബിൻതു ഖാലിദ്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ് അബ്ദ ബീവി. പറയുകയാണ്, മാ കാന ഖാലിദുൻ യഅവി ഇലാ ഫിറാഷ്. എന്റെ ഉപ്പയായ ഖാലിദ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാൻ വരുമ്പോൾ ഇല്ലാ വഹുവ യദ്കുറു ശൗഖഹു ഇലാ റസൂലില്ലാഹ്. ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മൾ ചോദിക്കൂലേ, മരുന്ന് കുടിച്ചോ, ഗുളിക കഴിച്ചോ, അരിഷ്ടം കുടിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിച്ചോ. അത് കഴിഞ്ഞാൽ ഒരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഖാലിദ് എന്നവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഹബീബായ നബിയെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, പുണ്യനബിയെ ഞാൻ എപ്പോഴാണോ കാണാൻ പോകുന്നതാവോ, എന്നാണോ എന്റെ റൂഹ് അല്ലാഹു പിടിക്കുന്നത്, എനിക്ക് ഹബീബിനെ ഒന്ന് കാണണമായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ റൂഹ് കൊണ്ട് കാണാനുള്ള അവസരം അല്ലാഹു നൽകും എന്ന് സ്വഹാബിമാർ മുഴുവൻ വിശ്വസിച്ചു. നമ്മൾ മനസ്സിലാക്കണം, മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നല്ല നമ്മുടെ വിശ്വാസം. മരിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റപ്പെടുകയാണ്. കാണാത്ത ലോകം അല്ലാഹു കാണിക്കുന്ന ഒരു രംഗമാണ്. ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് മോചിതമായാൽ, മകാന ഖാലിദുൻ യഅവി ഇലാ ഫിറാഷ് ഇല്ലാ വയദ്കുറു ശൗഖഹു ഇലാ റസൂലില്ലാഹ് وإلى أصحابه من المهاجرين والأنصار يسميهم. പേര് പറഞ്ഞുകൊണ്ട് പറയും, അല്ലാഹ് മുഹാജിറായ സിദ്ദീഖ് എന്നവരെ, ഉമർ എന്നവരെ, ഉസ്മാൻ എന്നവരെ, അലിയാൻ എന്നവരെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ കാണാൻ കൊതിയാകുന്നു റബ്ബേ. അൻസാരിയായ സഅദ് ഇബ്നു റബീഇനെ, സഅദ് ഇബ്നു ഉബാദയെ, സഅദ് ഇബ്നു അബീ വഖാസ്, മുആദ് ഇബ്നു ജബൽ എന്നവരെ അല്ലാഹുവേ കാണാൻ കൊതിയാകുന്നു. അംർ ഇബ്നുൽ ജമൂഹ് എന്നവരെ, അൻസാരികളായ സ്വഹാബിമാരുടെ പേരുകൾ ഇങ്ങനെ വിളിച്ചു പറയും. എന്നിട്ട് പറയും, ഹും മസുലി വഫസുലി. അവരാണ് എന്റെ തറവാട്, അവരാണ് എന്റെ തറവാട്. വഇലൈഹിം യഹിന്നു ഖൽബി. അവരെ കാണണമെന്ന് ഖൽബ് കൊതിക്കുകയാണ്. ത്വാല ശൗഖി ഇലൈഹിം. കാണാൻ കൊതിയാകുന്നു റബ്ബേ എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? എന്നെ ഒന്ന് മരിപ്പിച്ചു തരുമോ? ത്വാല ശൗഖി ഇലൈഹിം. എനിക്കവരെ കാണാൻ കൊതിയാകുന്നു റബ്ബേ. ഫഅജ്ജിൽ ബി ഖബ്ദി. എന്റെ റൂഹിനെ നീ പെട്ടെന്ന് പിടിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ യഗ്ലിബഹുൻ നൗം. ഉറക്കമങ്ങ് വരുന്നത് വരെ ഇത് തന്നെയാണ് വാപ്പ പറഞ്ഞിരുന്നത് എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൾ അബ്ദാ ബീവി റളിയല്ലാഹു അൻഹ. കൊതിയാണ്, സ്നേഹമാണ്. ഈ സ്നേഹം ഈ ഉമ്മത്തിന്റെ അടിസ്ഥാനമാണ്. സ്വാലിഹീങ്ങളോടുള്ള ഈ സ്നേഹം, ഖൽബ് കൊണ്ട് സജ്ജനങ്ങളെ ഇഷ്ടപ്പെടുന്നത്, അത് വലിയൊരു പോസിറ്റീവ് എനർജിയാണ്, അല്ലേ?